ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ മുടി വളർച്ചയൊക്കെ കൂട്ടാൻ സഹായിക്കുന്ന ഒരു ഹെയർ മാസ്ക് ആണ്. ഹെയർ മാസ്ക് എന്ന് പറഞ്ഞാൽ കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് വേണ്ട, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ഹെയർ മാസ്ക് തയ്യാറാക്കിയെടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് നല്ലൊരു ഹെയർ ഓയിലും കൂടെ പ്രിപ്പയർ ചെയ്തെടുക്കാം. നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന പോലെയല്ല, വേറൊരു രീതിയിൽ നമുക്ക് എണ്ണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് തന്നെ കിട്ടും. ആ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു ഹെയർ മാസ്കും ഹെയർ ഓയിലും ഒക്കെ നിങ്ങളുടെ മുടി വളർച്ച കൂട്ടാനും കൊഴിഞ്ഞു പോയ ഭാഗത്തൊക്കെ പുതിയ മുടികൾ വളർത്തിയെടുക്കാനും ഉള്ളില്ലാത്ത മുടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഉള്ളോട് കൂടിയിട്ട് മുടി വളരാനും മുടിക്ക് നീളം വയ്ക്കാനും മുടിക്ക് നല്ല കരുത്തുണ്ടാവാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലേക്ക് അടുക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് വലിയ ഉള്ളിയാണ്. വലിയ ഉള്ളിക്ക് പകരം ചെറിയ ഉള്ളി എടുത്താലും മതി. ചെറിയ ഉള്ളി ആകുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ വേഗത്തിൽ റിസൾട്ട് കിട്ടുന്നത്. ഞാനിപ്പോൾ ഇവിടെ വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് കഴുകിയ ശേഷം നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. കാലങ്ങളായിട്ട് തന്നെ മുടി കൊഴിച്ചിൽ ഇല്ലാതാക്കാനായിട്ട് എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നതാണ് ഉള്ളി. ഉള്ളിയിൽ ഒരുപാട് സൾഫർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ മുടി നരയ്ക്കുന്നതൊക്കെ ഇല്ലാതാക്കാൻ സഹായിക്കും. കൊഴിഞ്ഞു പോയിട്ടുള്ള മുടിയുടെ സ്ഥാനത്തൊക്കെ പുതിയ മുടികൾ വളർന്നു വരാനൊക്കെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് വേണ്ടത് സൾഫറാണ്. അപ്പോൾ ഉള്ളിയിൽ ഈ ഒരു സൾഫറിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ കൊഴിഞ്ഞ സ്ഥാനത്തൊക്കെ പുതിയ മുടികൾ വളരും. അതുമാത്രമല്ല, മുടി കൊഴിഞ്ഞു പോകാതിരിക്കാനും മുടി വല്ലാണ്ട് കട്ടിയില്ലാതായി പോകാറുണ്ട് ചിലർക്ക്. അങ്ങനെ മുടിയുടെ കട്ടി കുറയുന്നത് തടയാനൊക്കെ ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ ഉള്ളി ഞാനിവിടെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുന്നതിൻ്റെ കൂടെ നമുക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കണം. അത് കറിവേപ്പിലയാണ്. അപ്പോൾ വീട്ടിൽ തന്നെയുള്ള കറിവേപ്പില എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കറിവേപ്പില എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഉള്ളി മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് കറിവേപ്പില ആയാലും മതി, 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടെ അരച്ചെടുക്കാം. ഉള്ളിയിൽ പിന്നെ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട, ഇങ്ങനെ തന്നെ അരച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിനി അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു പേസ്റ്റ് അരിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഒരു തുണിയോ അല്ലെങ്കിൽ അരിപ്പയോ ഒക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ അരിപ്പ വെച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മുടി വളർച്ചയ്ക്കൊക്കെ ഒരുപാട് സഹായിക്കുന്നതാണ് കറിവേപ്പ്. അതുപോലെ തന്നെ മുടി കൊഴിഞ്ഞു പോകാതിരിക്കാനും ഇത് വളരെ നല്ലതാണ്. നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന എല്ലാ പ്രോട്ടീൻസും അടങ്ങിയിട്ടുള്ളതാണ് കറിവേപ്പ്. ഇതിൽ മെയിനായിട്ടും അടങ്ങിയിട്ടുള്ളത് ബീറ്റാ കരോട്ടിനും പ്രോട്ടീനും അതുപോലെ തന്നെ വൈറ്റമിൻ ബിയും സിയും ഒക്കെയാണ്. ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ മുടി വളർച്ച കൂട്ടും, മുടി കൊഴിഞ്ഞു പോകുന്നത് കുറയ്ക്കാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല സ്ട്രെങ്ത് കിട്ടാനും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും ഒക്കെ സഹായിക്കും. അപ്പം നമ്മുടെ ഹെയർ മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ നിങ്ങൾ ആദ്യം തന്നെ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത് അതെടുക്കുക. നിങ്ങൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ദിയൂസിൻ്റെ ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇതാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ വേണ്ടവർക്ക് ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ തന്നെ കാച്ചിയെടുക്കുന്ന ഹെയർ ഓയിലാണ്. മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടി വളരാനും ഒക്കെ സഹായിക്കും. അപ്പോൾ ആവശ്യത്തിന് ഹെയർ ഓയിൽ ഞാനിവിടെ ഒരു 2 സ്പൂൺ ഹെയർ ഓയിലാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മുടിയുടെ ലെങ്ത്തിനും നിങ്ങൾക്ക് എത്രയാണോ അപ്ലൈ ചെയ്യേണ്ടത് ആ ഒരു അളവിനും വെച്ചിട്ട് നിങ്ങൾ ഓയിൽ എടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് കാസ്റ്റർ ഓയിൽ അഥവാ ആവണക്കെണ്ണയാണ്. ഇത് പുതിയ മുടികൾ വളരാൻ ഏറ്റവും കൂടുതൽ നല്ലതാണ് ആവണക്കെണ്ണ. കഷണ്ടിയിൽ വരെ നമുക്ക് മുടി വളർത്തിയെടുക്കാൻ സഹായിക്കും. അപ്പം ഇത് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഞാനിവിടെ ഏകദേശം ഒരു 3/4 സ്പൂൺ അളവിലാണ് ആവണക്കെണ്ണ ചേർക്കുന്നത്. തണുപ്പൊന്നും തലയ്ക്ക് അത്ര പിടിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അളവിലൊന്നും എടുക്കേണ്ട, ഒരു 1/4 സ്പൂൺ ആവണക്കെണ്ണ എടുത്താൽ മതി. അപ്പോൾ ഞാൻ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് വേണ്ടത് 2 വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളാണ്. അപ്പോൾ ഇനി ഇത് പൊട്ടിച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ആൽമണ്ട് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു 2 വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളിൻ്റെ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവണക്കെണ്ണയും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും ഒക്കെ നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടി വളരാനും ഒക്കെ ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഇത് ഞാനിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ചും കൂടി റിസൾട്ട് കിട്ടാനായിട്ട് ഞാനിത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് എണ്ണ ചൂടാക്കി എടുത്താൽ മതി, അത് നേരിട്ട് ചൂടാക്കരുത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കാം, നല്ല ചൂടുള്ള വെള്ളം എടുക്കാം. അതിന് മുകളിലായിട്ട് ഈ ഒരു പാത്രം വെച്ച് കൊടുത്താൽ ആ ഒരു ചൂടുകൊണ്ട് നമ്മുടെ എണ്ണ ചൂടാക്കിയിട്ടും ഒരു പാകം നമ്മുടെ തലയിൽ തേക്കാനുള്ള ഒരു നേരിയ ചൂടായി വരുമ്പോൾ നമുക്ക് ആ ഒരു വെള്ളത്തിൽ നിന്ന് എടുത്തു മാറ്റാം, എന്നിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. എണ്ണ അങ്ങനെ പാകത്തിനുള്ള ഒരു ചൂടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഹെയർ മാസ്ക് എടുക്കാം. അപ്പം ആവശ്യത്തിന് ഹെയർ മാസ്ക് നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഈ ഒരു അളവിനുള്ള ഹെയർ മാസ്ക് ആണെങ്കിൽ നമുക്കൊരു 2 ദിവസമൊക്കെ യൂസ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഞാൻ ഇതിൻ്റെ പകുതിയാണ് ഇപ്പോൾ ഈ ഒരു എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത് അടുത്ത ദിവസം യൂസ് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണിത്. അപ്പം നിങ്ങൾ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല വ്യത്യാസം തന്നെ ഉണ്ടാവും. മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറിയിട്ട് മുടി വളർച്ചയൊക്കെ നിങ്ങൾക്ക് കൂടി വരുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെയും കറിവേപ്പിൻ്റെയും ആ ഒരു ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ചൂട് മുഴുവനായിട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഹെയർ മാസ്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് 2 രീതിയിൽ വേണമെങ്കിൽ ഈ ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്യാം. ആദ്യം ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു എണ്ണ തലയിൽ തേച്ച് പിടിപ്പിക്കുക. അത് കഴിഞ്ഞ് ഒരു 15 മിനിറ്റിന് ശേഷം ഈ ഒരു ഉള്ളിയുടെയും കറിവേപ്പിൻ്റെയും ഈ ഒരു ജ്യൂസ് തലയിൽ തേച്ച് പിടിപ്പിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കാണിച്ച രീതിയിൽ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് ഒന്നിച്ച് തലയിൽ തേച്ചും പിടിപ്പിക്കാം. ഏത് രീതിയിലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഹെയർ മാസ്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. കുളിക്കുന്നതിന് മുന്നേ ആയിട്ടാണ് ഈ ഒരു ഹെയർ മാസ്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ ആയിട്ട് നിങ്ങളിതൊന്ന് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലൊരു മസാജും കൂടെ കൊടുക്കുക. മുടിയിലേക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ള നിർബന്ധമില്ല. നിങ്ങൾക്ക് തലയോട്ടിയിലാണ് മെയിനായിട്ടും നമുക്ക് ഈ ഒരു ജ്യൂസും ഈ ഒരു എണ്ണയൊക്കെ എത്തേണ്ടത്. അപ്പോഴേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഉണ്ടെങ്കിൽ നിങ്ങൾ മുടിയിലേക്കും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ഹെയർ ഓയിൽ മാത്രമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് തണുപ്പ് പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ രാത്രി മുഴുവനായിട്ട് വയ്ക്കാം. രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് തേച്ച് വെച്ചിട്ട് പിന്നെ പിറ്റേന്ന് കുളിക്കുന്ന സമയത്ത് കഴുകിയാലും മതി. അപ്പോൾ ഇതിൽ ഉള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് രാത്രി മുഴുവനായിട്ട് വയ്ക്കുന്നത് നമുക്കാർക്കും പോസിബിൾ ആവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ ആയിട്ട് ഇത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അരമണിക്കൂറിന് ശേഷം കുളിക്കുന്ന സമയത്ത് കഴുകാം. ഉള്ളിയുടെ സ്മെല്ല് പ്രശ്നമുള്ളവർക്കാണെങ്കിൽ ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാവുന്നതാണ്. എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണിത്. അപ്പോൾ മുടി കൊഴിച്ചിലും താരനും ഒക്കെ കൂടുതലായിട്ടുള്ളവരൊക്കെ ഈ ഒരു ഹെയർ മാസ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുടി നീളത്തിൽ വളരാനും താരനൊക്കെ മാറാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും ഒക്കെ സഹായിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ ചോദിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്